മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരുപക്ഷേ ചിതയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് മതപരമായ ചില ആചാരങ്ങൾ കൂടി ബാക്കിയുണ്ട്. സഹോദരനാണ് മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുക എന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ആ കുടുംബാംഗങ്ങളുടെ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി അർജുന് അന്ത്യയാത്രാമൊഴി നൽകുന്നു ആ നാട്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. വീട്ടിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ്. 75-ാം നാൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു അർജുൻ. അതാ ഇപ്പോൾ മൃതദേഹം വീടിന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇനിയാണ് പൊതുദർശനം ഉണ്ടാവുക. പൊതുദർശനത്തിന് ശേഷമാണ് സംസ്കാര ചടങ്ങ്. പൊതുദർശനം അധികം നേരം നീളില്ല എന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞതെങ്കിൽ, പക്ഷേ ഇത്രത്തോളം ആളുകൾ ഇങ്ങനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അങ്ങനെ പൊതുദർശനം അത്രയും ഹ്രസ്വമാക്കി മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാൻ, അർജുനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അത് കണ്ണാടിക്കല്ലേ മാത്രം മനുഷ്യരല്ല, അത് കേരളമൊട്ടാകെയുള്ള ഒരുപാട് മനുഷ്യർ അങ്ങോട്ടേക്ക് എത്തുന്നു. അത് അർജുൻ അവരവരുടെ വീട്ടകങ്ങളിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അർജുനെ കേരളം കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ കണ്ണാടിക്കൽ കണ്ടമിടർ നിൽക്കുന്നു. അവരുടെ നാടിൻ്റെ പ്രിയപ്പെട്ട ഒരു പുത്രനാണ് യാത്രയാവുന്നത്. അതൊരു പക്ഷേ ആ വേദന ഇരട്ടിപ്പിക്കുന്നത് ഈ പറയുന്ന കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ അർജുൻ ജീവനോടെ വീണ്ടും കണ്ണാടിക്കലിലേക്ക് മടങ്ങിയെത്തുമെന്നും കണ്ണാടിക്കലിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകൾ വീണ്ടും സജീവമാകുമെന്നും ആ വീട്ടിൽ അർജുൻ്റെ കുഞ്ഞിനൊപ്പം കൂടുതൽ കാലം ചിരിച്ചും കളിച്ചും അവനെ മടിയിലിരുത്തി ഊഞ്ഞാലാട്ടാനൊക്കെ വീണ്ടും ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷകൾ ഒരുപക്ഷെ വാനോളം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അതുകൊണ്ടുകൂടിയാവണം ആ വേദന ഇരട്ടിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങ് ആകസ്മിക മരണം, വളരെ പെട്ടെന്നുള്ള മരണം എന്ന് പറയാൻ കഴിയില്ല. ഈ പറയുന്ന 80ഓളം നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ആ വിവരം ആ നാട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ മൃതദേഹം വീട്ടിന് പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ അർജുനെ ഒരു നോക്ക് കാണാൻ കുറേ അധികം ഒരുപാട് മനുഷ്യർ ഒരു നോക്ക് കാണുക, ഒരു കൈക്കുടന്ന പുഷ്പം ആ ശവപേടകത്തിന് മുകളിലേക്ക് എറിയുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം 100 മനുഷ്യർ അങ്ങോട്ടേക്ക് എത്തിയതാണ്. നമ്മൾ കണ്ടതാണ്. അവിടുന്ന് കർണാടക അതിർത്തി മുതൽ ഇങ്ങോട്ട്, കോഴിക്കോടിൻ്റെ അതിർത്തിയിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ആ വഴിയിൽ, ആ വിലാപ വീഥിയിൽ എത്രത്തോളം മനുഷ്യരാണ് അർജുനെ കൊണ്ടുവന്ന ആംബുലൻസിന് ചുറ്റുമായി തടിച്ചുകൂടുന്നത് നമ്മൾ കണ്ടവരാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്കെത്തി. വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ഒരിക്കൽ കൂടി അർജുൻ ഉണ്ട്. അവിടെ ഇന്ന് മാത്രം അവസാനമായി ഒരിക്കൽ കൂടി ആ വീട്ടിൽ അർജുൻ ഇന്നുണ്ട്. നമ്മൾ കണ്ടതാണ്. ഭയങ്കര അസാധ്യമായ വേദന ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു അത്. ഒരു പ്രിയപ്പെട്ട പുത്രനെ കാത്തിരിക്കുന്ന ഒരച്ഛനെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുമകൻ്റെയും ഒരു ചിത്രം, ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നൊരു ചിത്രം എല്ലാവരുടെയും ഹൃദയത്തെ വേദനിപ്പിച്ചതാണ്. ആ അച്ഛനെന്ന് വഴിക്കണ്ണുകളുമായി നിറകണ്ണുകളുമായി റോഡിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. പക്ഷേ ആ വേദന എല്ലാ കാലത്തേക്കുമുള്ള വേദനയായി മാറി. പുത്രദുഃഖം എന്ന് പറയുന്ന ദുഃഖം അത് ആയുഷ്കാലത്തോളം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയത്തിൽ നിന്നും മായാത്ത വേദന നൽകുന്ന ദുഃഖമാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. എന്തായാലും ആ വേദന ഉണ്ടാകുമ്പോൾ പോലും അർജുൻ്റെ മകൻ കുറച്ച് വളർന്നു വലുതാകുമ്പോൾ, അവന് ഓർമ്മയുണ്ടാകുമ്പോൾ, അച്ഛനെവിടെ എന്നൊരു ചോദ്യമുണ്ടായാൽ അവന് നിൻ്റെ അച്ഛൻ ഉറങ്ങുന്നത് അവിടെയാണ് എന്നൊരു സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ അവർക്കുണ്ട് എന്നുള്ള കാര്യം നൽകുന്ന ആശ്വാസം, ചെറുതല്ലാത്ത ഒരാശ്വാസം അവിടെയുണ്ട്. അവിടെ ഒരുപാട് പുഷ്പചക്രങ്ങളുമായി നൂറുകണക്കിന് ആളുകൾ, സംഘടനാ പ്രവർത്തകർ ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കെ എം അഭിജിത്ത് അടക്കമുള്ളവർ, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, ഇതിൽ നമ്മളാരും രാഷ്ട്രീയം കണ്ടവരല്ല, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഭേദങ്ങൾ കണ്ടവരല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ അവിടെയുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ അവിടെയുണ്ട്, MLA-മാരുണ്ട്,
MP മാരുണ്ട്. ഇതാ ഇപ്പം അതിൻ്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. നൂറ് കൈകൾ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഉയരുന്നു നമ്മൾ കാണുന്നു. അർജുൻ അവസാനമായി മന്ത്രി A.K. ശശീന്ദ്രനെ നമ്മൾ കാണുന്നുണ്ട്. കാർവാർ MLA സതീഷ് കൃഷി സെയിലിനെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു. സെയിലിനോടുള്ള കടപ്പാടൊക്കെ നമുക്ക് പിന്നീട് കുറച്ചുകൂടി വിശദമായി നമ്മുടെ ചാനലുകളിലേക്ക് വിളിച്ചുകൊണ്ടിരുത്തി അദ്ദേഹത്തിൻ്റെ കടപ്പാട് നമ്മൾ നേരിട്ട് തന്നെ പറയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം സതീഷ് കൃഷ്ണ സെയിൽ ഈ അധ്യായത്തിൽ രാജ്യത്തിനൊന്നാകെയുള്ള ഒരു മാതൃകയായി നിന്നൊരു മനുഷ്യനാണ്. അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയേണ്ടതുമാണ്. കണ്ണീർപ്പൂക്കളുമായി ആയിരക്കണക്കിന് മനുഷ്യർ അർജുൻ എന്ന സാധാരണക്കാരനെ കാണാൻ എത്തുന്ന കാഴ്ചാ ദിവസമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ. ഏറെ പുലർച്ചെ മുതൽ തന്നെ അർജുൻ വരുന്ന വഴികളിൽ അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വരുന്ന വഴികളുടെ ഈ വശവും ചേർന്ന് നിന്ന നൂറുകണക്കിന് ആളുകൾ. അവർ പലരും, അവരിൽ ബഹുഭൂരിപക്ഷവും അർജുനെ നേരിൽ കണ്ടിട്ടുള്ളവരല്ല, അവർക്ക് നേരിൽ പരിചയമുള്ളവരല്ല. അർജുൻ ഈ ദിവസങ്ങളിൽ അത്രയും അവരുടെ പ്രിയപ്പെട്ട ആരോ ആയി മാറിയതിൻ്റെ ദൃഷ്ടാന്തമാണ് ആ പുലർച്ചെ പോലും, രാവിലെ 5 മണി 5:30 സമയത്ത് പോലും അർജുനെ കാണാൻ ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നുവെങ്കിൽ അത് കേരളം അർജുന് നൽകുന്ന, അല്ലെങ്കിൽ കണ്ണാടിക്കൽ ഗ്രാമവും ആ മേഖലയും ആ പ്രദേശവും അർജുന് നൽകുന്ന സ്നേഹത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ പൊതുദർശനം അധിക സമയം നീളില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അധിക സമയം എന്തായാലും നീളില്ല. ഇപ്പോൾ സതീഷ് കൃഷ്ണ സെയിൽ MLA ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ അവിടുത്തെ ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളോ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളോ ഒക്കെ ആവുന്നുണ്ട് അർജുൻ്റെ വീട്ടിലും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ. നമ്മൾ 72 ദിവസങ്ങളിലും ആ നേതൃത്വം നമ്മൾ കണ്ടവരാണ്. അവിടെ കാർവാർ MLAയുടെ മഞ്ചേശ്വരി MLAയുടെ ഒക്കെ നേതൃത്വം നമ്മൾ കണ്ടവരാണ്. നാടൊന്നാകെ യാത്രാമൊഴി നൽകുകയാണ്. അർജുൻ എന്ന കേവലം 30 വയസ്സ് മാത്രമുള്ള ഒരു നല്ലവനായ, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിന്ന, വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിന്ന, ഒരു നിസ്വാർത്ഥനായ, ഒരു മൃദുഭാഷിയായ, ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു ഉപദ്രവവും ജീവിതകാലത്തുണ്ടാക്കാത്ത ഒരു പാവ മനുഷ്യന് നാടിപ്പോൾ യാത്രയപ്പ് നൽകുന്നു. പല പുഷ്പചക്രങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ആ പുഷ്പചക്രങ്ങൾ ഓരോന്നും സ്നേഹത്തിൻ്റെയും ആദരങ്ങളുടെയും ഓരോരോ പുഷ്പചക്രങ്ങളാണ്. അർജുൻ ഇനിയൊരു മടങ്ങി വരവില്ല. ഇത് അർജുൻ്റെ അവസാന യാത്രയാണ്. ആ വീട്ടിൽ നിന്നുള്ള അർജുൻ്റെ അവസാന യാത്രയാണ്. എല്ലാവരുടെയും ഹൃദയത്തെ പൊള്ളിച്ചതാണ്. ഒരുപക്ഷെ അർജുൻ്റെ മൃതദേഹം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ കണ്ടെത്തി എന്ന വാർത്ത വന്നപ്പോൾ തോന്നിയ വേദനയോളം തന്നെ അർജുൻ്റെ ആ ലോറിയിൽ നിന്നും കണ്ടെടുത്ത ഒരു കുഞ്ഞു ടെമ്പോ, അർജുൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ലോറി, അർജുൻ്റെ മകൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളിപ്പാട്ടമാണ്. പിന്നീട് പറയുന്നത് കേട്ടു, അർജുൻ പോകുന്ന യാത്രകളിലൊക്കെ ഇത് വണ്ടിയുടെ ഫ്രണ്ടക്കിൽ തന്നെ ഈ ലോറി ഇങ്ങനെ ഇരിക്കും. അതുറപ്പായും അർജുൻ്റെ മകൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള സ്വാഭാവികമായും ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ആ ലോറി ഒരു കേടുപാട് സംഭവിക്കാതെ എന്ന് പറഞ്ഞാൽ അത്ഭുതം. അത് കാണുമ്പോൾ ഈ 72 നാൾ ഗംഗാവലിയുടെ ആഴങ്ങളിൽ കിടന്ന ഒരു കളിപ്പാട്ടമാണോ അത് എന്ന് തോന്നുന്ന മട്ടിൽ ഒരു കേടുപാടുമില്ലാതെ, ഒരു മണ്ണ് പോലും പറ്റാതെ ആ കുഞ്ഞു കളിപ്പാട്ട ലോറി നമ്മൾ കണ്ടു. അത് സാധാരണഗതിയിൽ അത് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു വികാരമാണ് നൽകുക. ഒരു കളിപ്പാട്ടം എന്ന് പറഞ്ഞ എത്രയായാലും സ്നേഹസന്തോഷങ്ങളുടെ വികാരമാണല്ലോ. പക്ഷേ ഇത്തവണ നമ്മളത് കാണുമ്പോൾ നമുക്ക് വേദനയാണ് തോന്നിയത്. അതുറപ്പായും ആ വീട്ടിലുണ്ടാകും. അതുറപ്പായും അർജുൻ്റെ ഒപ്പം അവസാനമുണ്ടായിരുന്ന മകൻ്റെ ഓർമ്മ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകൻ, അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യം എന്ന നിലയ്ക്ക് ആ ലോറി ഉറപ്പായും ആ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവണം. അർജുൻ വന്ന ആംബുലൻസിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ആ വാഹനത്തിൽ നിന്ന് കിട്ടിയ പ്രഷർ കുക്കറോ അങ്ങനെ ഏതാണ്ട് പാത്രങ്ങളോ കുറേയധികം പേപ്പറുകൾ നമുക്കൊപ്പം ചേർന്ന്